സംയുക്ത തൊഴിലാളി യൂണിയൻ ആഹ്വാനം ചെയ്ത ദേശീയ പണിമുടക്ക് ഇന്ന് അർദ്ധരാത്രി മുതൽ. പണിമുടക്കിൽ സംസ്ഥാനത്തെ സർവ്വ തൊഴിൽ മേഖലകളും സ്തംഭിക്കാനാണ് സാധ്യത. അതിനിടെ KSRTCയിൽ പണിമുടക്കില്ലെന്ന മന്ത്രി ഗണേഷ് കുമാറിന്റെ വാദം തള്ളി യൂണിയനുകളും CPM നേതാക്കളും രംഗത്തെത്തി. എന്നാൽ എല്ലാ സർവീസുകളും സാധാരണ പോലെ ഓപ്പറേറ്റ് ചെയ്യണമെന്നാണ് KSRTC എക്സിക്യൂട്ടീവ് ഡയറക്ടറുടെ ഉത്തരവ്. ദേശീയ പണിമുടക്കിൽ KSRTC സർവീസ് നടത്തുന്നതിൽ ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറും CPIM-ഉം രണ്ട് തട്ടിലാണ്. പണിമുടക്കിൽ പങ്കെടുക്കാൻ യൂണിയനുകൾ നോട്ടീസ് നൽകിയില്ലെന്നും KSRTC ജീവനക്കാർ നിലവിൽ സന്തുഷ്ടരാണെന്നുമാണ് മന്ത്രിയുടെ വാദം. സർവീസ് നടത്തുമല്ലോ, പണിമുടക്കിൽ നമുക്കൊരു നോട്ടീസും തന്നിട്ടില്ല. അല്ല, ഇതൊരു പൊതുഗതാഗതമാണ്. ഒരു സമരം അവരൊഴിവാക്കും, തൊഴിലാളികൾ അതിനകത്ത് ഒഴിവാക്കും എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം അവർക്ക് എപ്പോഴും സമരം ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല KSRTCക്കുള്ളത്. കഴിഞ്ഞ തവണ ഒരു സമരം അവർ ചെയ്ത ദിവസം 6% ആളുകൾ മാത്രമേ സമരത്തിൽ പങ്കെടുത്തുള്ളൂ. ബാക്കി 94% ജീവനക്കാരും ഹാജരായി എന്ന് പറയുന്നത് KSRTCയുടെ മാറുന്ന സംസ്കാരത്തിന്റെ ഭാഗമാണ്. എന്നാൽ പണിമുടക്കിൽ പങ്കെടുക്കുമെന്നറിയിച്ച് BMS ഒഴികെയുള്ള തൊഴിലാളി സംഘടനകൾ KSRTC CMDക്ക് നോട്ടീസ് നൽകി. ഇതോടെ KSRTC നാളെ പൂർണ്ണ തോതിൽ സർവീസ് നടത്താൻ സാധ്യതയില്ല. മന്ത്രിയുടെ നിലപാട് തള്ളുകയാണ് CPIM-ഉം LDF-ഉം. കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ എല്ലാവരും പണിമുടക്കണമെന്നാണ് പാർട്ടി നിലപാടെന്ന് CPIM ജനറൽ സെക്രട്ടറി MA ബേബി. തൊഴിലാളി സംഘടനകൾ എല്ലാ മേഖലയിലും ഈ സമരം വിജയിക്കണം എന്നാണ് ആഹ്വാനം ചെയ്തിട്ടുള്ളത്. അവിടെയാണ് ഞാൻ നിൽക്കുന്നത്. എന്റെ സുഹൃത്ത് ശ്രീ ഗണേഷ് കുമാർ പറഞ്ഞതിനെ കുറിച്ച് എനിക്ക് കൂടുതൽ അറിഞ്ഞുകൂടാ. അതിനോട് നിങ്ങൾ പറഞ്ഞത് കേട്ടറിവ് മാത്രമേ എനിക്കുള്ളൂ. മാനേജ്മെന്റിന് നോട്ടീസ് നൽകിയിട്ടുണ്ടെന്നും KSRTC സർവീസ് നാളെ സ്തംഭിക്കുമെന്നും LDF കൺവീനർ TP രാമകൃഷ്ണൻ പറഞ്ഞു. KSRTCയിലെ തൊഴിലാളികൾ പണിമുടക്കില്ല എന്ന് പറഞ്ഞ പ്രചരണം ഏത് കേന്ദ്രത്തിൽ നിന്നാണ് അത് വരുന്നത് എന്നുള്ളത് വളരെ അത്ഭുതകരമാണ്. KSRTCയിൽ സാധാരണ പോലെ തന്നെ പണിമുടക്ക് നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. KSRTC പൂർണ്ണമായി നാളെ സ്തംഭിക്കുകയാണ്. KSRTC നാളെ തെരുവിലിറങ്ങുന്ന പ്രശ്നമില്ല. ആ നിലയിൽ പണിമുടക്കിൽ അവരെല്ലാവരും യോജിച്ചു നിൽക്കുകയാണ്. അനാവശ്യമായൊരു പ്രതികരണവും പ്രശ്നവും ഈ തൊഴിലാളി വർഗ ഐക്യത്തോടുകൂടി നടക്കുന്ന ഈ സമരത്തെ അത് ദുർബലപ്പെടുത്താൻ മാത്രമേ സഹായിക്കുള്ളൂ. നാളത്തേത് സർക്കാർ സ്പോൺസേർഡ് പണിമുടക്കാണെന്നും മന്ത്രി പ്രസ്താവന ഇറക്കാതെ KSRTC ബസ്സുകൾ നിരത്തിലിറങ്ങി കാണിക്കുകയാണ് വേണ്ടതെന്നും BJP ജനറൽ സെക്രട്ടറി MT രമേശ് പറഞ്ഞു. ഗണേഷ് കുമാറിന്റെ പ്രസ്താവന ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഗണേഷ് കുമാർ ചെയ്യേണ്ടത് നാളെ KSRTC ബസ് മുഴുവൻ റോട്ടിലിറക്കി യാത്ര ചെയ്യാനുള്ള ജനങ്ങളുടെ അവകാശം സംരക്ഷിക്കാനാണ് ഗണേഷ് കുമാർ തയ്യാറാവേണ്ടത്, പ്രസ്താവന ഇറക്കാനല്ല. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.